ഏത് ഗ്ലാസും പൊട്ടിക്കോട്ടെ നമ്മൾ മാറ്റുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ പഴയ ഗ്ലാസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിൻഷീൽഡ് റിപ്പയറിംഗ്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസല്ല, കള്ളാസ്. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഇതിന്റെ മുകളിലൊരു സുനാപ്പി കൂടെ വരാനുണ്ട്. ഇതേ ഈ സാധനം നമ്മൾ തന്നെ ഇങ്ങനെ തിരിച്ച് കയറ്റിയിട്ട് അതിങ്ങനെ ഒട്ടും ഗ്ലാസ്സിനകത്ത്. ഇത് നമ്മൾ ആ പശ തേച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ സ്റ്റിക്കർ നമ്മളിങ്ങനെ ചുരണ്ടി കളയാനായിട്ട് തന്നേക്കുന്ന ബ്ലേഡ്. ഇതേ ഇതിനകത്താണ് ആ ഗ്ലൂ വരുന്നത്. കണ്ടാവും വേണ്ടി ഇതേ പൊട്ടാത്തൊരു ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. നല്ല വൃത്തിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് വരുന്ന ക്രാക്കുകളെ ഈ 12 സെന്റിമീറ്ററിന്റെ ക്രാക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ഇത് നമ്മൾ ഈ പശ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സാധനം ഒട്ടിച്ചിട്ട് നമ്മളിങ്ങോട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പറിച്ചെടുത്താൽ ക്ലീൻ ആവും എന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇതിനെങ്ങനെ ഫിക്സ് ആക്കുക. ഇതിനകത്തോട്ട് ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഒറ്റിച്ചേക്കുന്ന പശ കറക്റ്റായിട്ട് ഈ ഒരു ആ ക്രാക്കിനകത്തോട്ട് ഇറങ്ങി കേട്ടോ. ഈ ഒരു സംഭവത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനിത് ഊരി ഒഴിവാക്കുവാണ്. ഈ ഒരു സാധനം ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് ഈ ക്രാക്കിനകത്തോട്ട് നമ്മൾ ഈ ഒരു ഏരിയ മാത്രമേ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ചൊരു ഏരിയ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഈ ഷീറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. നോക്കൂ, ഈ ഒരു ഏരിയ തൊട്ട് നമ്മൾ തേച്ച് വെച്ചേക്കുന്ന ആ ഏരിയ വരെ നമ്മൾ വേണ്ട ഈ ഒരു സാധനം ക്ലീനാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു പ്ലാസ്റ്റിക് നമ്മളിവിടെ ഒട്ടിച്ചു കണ്ട, ഈ പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്ലാസ്സിനെ ഡയറക്റ്റായിട്ട് നമ്മുടെ സൺലൈറ്റിലോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. 20 മിനിറ്റ് കൊണ്ട് ഈ സംഭവം പഴയ ഗ്ലാസ് ആയിട്ട് തിരിച്ച് കിട്ടേണ്ടത്. അപ്പോൾ ഗൈസ് ഇതൊരു 20 മിനിറ്റ് ഇവിടെ ഇങ്ങനെ വെയിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ. നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ബ്ലേഡ് വെച്ചിട്ട് നമ്മളിത് ഈ ഒട്ടിച്ചേക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക്, ഇതിപ്പോൾ ആക്ച്വലി ഇത് ഒട്ടിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. നമ്മളിത് പറിച്ചെടുക്കണം. നമുക്കത് അതിന് ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ പറിച്ചു നോക്കാം. ഇതിന്റെ മേളിലുള്ള പശയൊക്കെ ഞാൻ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ അവസ്ഥ നിങ്ങൾ നോക്കണം. ഈ ഒരു പശ നമ്മൾ അപ്ലൈ ചെയ്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഈ ഭാഗം കണ്ടോ, ഇത് നമ്മൾ ചെയ്യാത്ത ഭാഗമാണ്. കണ്ടില്ലേ, ഇത്ര വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു ലൈനിനകത്ത് നമ്മൾ ഈ ഒരു അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ഒരു കോലത്തിലായത്. കണ്ടില്ലേ, സംഭവം നമ്മൾ ചെയ്തേക്കുന്ന ടെസ്റ്റിങ്ങിൽ ഇവൻ അസാധ്യ റിസൾട്ടാണ് തന്നേക്കുന്നത് കേട്ടോ.